നമസ്കാരം. ഡെയിലി ന്യൂസ് വാർത്താ ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നൂതന മിസൈലുകൾ ഇറാൻ നിക്ഷേപിച്ചതായി റിപ്പോർട്ട്. വയസ്സായ നേതാക്കൾക്ക് അതിമോഹം, രാഷ്ട്രീയ പാർട്ടികൾ പ്രതിസന്ധിയിൽ. മലപ്പുറം ടോൾ പ്ലാസയിൽ ചാർജ് വീണ്ടും കൂട്ടി. അറളത്ത് കാട്ടാന ഭീതിയിൽ പാവം ആദിവാസികൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി. ക്ഷാമം ചർച്ച ചെയ്യണമെന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കും. പാലക്കാട് കുണ്ടൂർ കുന്നിൽ മഴയോടൊപ്പം കരി പെയ്തിറങ്ങി. ഹരീഷ് റാണയുടെ ദയാമരണത്തിനുള്ള ഒരുക്കങ്ങൾ എയിംസിൽ ആരംഭിച്ചു. പഴയ ഫുട്ബോൾ താരം യു ഷറഫലി മത്സരിക്കും. പക്ഷികൾക്ക് ജീവജലം നൽകാൻ മൺപാത്രങ്ങൾ വിതരണം ചെയ്ത് ശ്രീമാൻ. വാർത്തകൾ വിശദമായി. US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നൂതന മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായി റിപ്പോർട്ട്. 2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലിന് നല്ല ഉയരത്തിലെത്തി ദിശ മാറ്റാനുള്ള കഴിവുണ്ട്. അതിനാൽ ഡാൻസിംഗ് മിസൈൽ എന്നാണ് ഈ വിനാശകാരിയെ വിളിക്കുന്നത്. പ്രായത്തിന്റെ അങ്ങേയറ്റത്ത് എത്തിയിട്ടും അവസരങ്ങൾ ആവശ്യത്തിലധികം ലഭിച്ചു കഴിഞ്ഞിട്ടും അധികാരമോഹത്തിൽ തൂങ്ങി എല്ലാ പാർട്ടികളിലെയും വയോധികന്മാർ. ഇത് പാർട്ടികൾക്ക് തലവേദനയായി മാറിയിട്ടുണ്ട്. ആറളത്ത് കാട്ടാന ഭീതിയിൽ പാവം ആദിവാസികൾ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ മുഴുകുമ്പോൾ ആറളത്ത് കാട്ടാന ഭീതിയിൽ ജനം. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ വീടിന്റെ മുകളിൽ കയറി നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി. ബ്ലോക്കിലെ 14-ാം നമ്പർ സെല്ലിൽ നിന്നാണ് മൊബൈൽ ഫോൺ പിടികൂടിയത്. തടവുകാരന്റെ കിടക്കക്ക് അടിയിലായിരുന്നു ഫോൺ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ മുൻ CPM നേതാവ് കുഞ്ഞികൃഷ്ണൻ മത്സരിക്കും. ഇടതുപക്ഷത്തിനെതിരെയല്ല, അഴിമതിക്കെതിരെയാണ് മത്സരമെന്ന് കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് തച്ചനാട്ടുകര കുണ്ടൂർ കുന്നിൽ മഴയോടൊപ്പം കരി പെയ്തിറങ്ങിയതായി റിപ്പോർട്ട്. എല്ലായിടത്തും കരി ഒട്ടിപ്പിടിച്ചു കാണുന്നതായി അവിടെയുള്ള നിവാസികൾ പറഞ്ഞു. 4-ാം നിലയിൽ നിന്ന് വീണ് 13 വർഷമായി കിടക്കുന്ന ഹരീഷ് റാണയുടെ ദയാമരണത്തിനുള്ള ഒരുക്കങ്ങൾ എയിംസിൽ ആരംഭിച്ചു. 32-കാരനായ ഹരീഷ് റാണയ്ക്ക് ദയാവധത്തിന് സുപ്രീം കോടതി നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. LPG ക്ഷാമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. LPG ക്ഷാമവുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. പഴയ ഫുട്ബോൾ താരം യു ഷറഫലി നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം യു ഷറഫലി രാജിവെച്ചു. പക്ഷികൾക്ക് ജീവജലം നൽകാൻ ശ്രീമാൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2 ലക്ഷത്തിലധികം മൺപാത്രങ്ങൾ വിതരണം ചെയ്തു ആലുവക്കാരൻ ശ്രീമാൻ. നാരായണ മിഷൻ മുപ്പത്തടം പദ്ധതിയുടെ ഭാഗമായി വേനലിൽ പക്ഷികൾക്ക് ജീവജലം നൽകുന്നതിനാണ് ഈ മൺപാത്രങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തത്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഹനത്തെ സ്വീകരിച്ചു. മന്ത്രിയുടെ വീട്ടിലും പരിസരത്തും മൺപാത്രങ്ങളിൽ പക്ഷികൾക്ക് തണ്ണീർക്കുടവും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്താ ഹൈലൈറ്റ്സ് അവസാനിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.